മനുഷ്യൻ്റെ വേദനാ സംവേദനികൾ മജ്ജയിലാണെന്നാണ് ശാസ്ത്രത്തിൻ്റെ പഠനം മുമ്പുണ്ടായിരുന്നത്. അത് തിരുത്തപ്പെടേണ്ടി വന്നു. തേജസ്സൻ എന്ന് പറയുന്ന പ്രൊഫസർ സയൻറ്റിസ്റ്റ്, അദ്ദേഹം അതിന് പരിഹാരം കണ്ടെത്തിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ശിക്ഷയുടെ കാഠിന്യവും വേദനയും തുടരെ അറിയാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് പഴയ തൊലികൾ ഉതിർന്ന് വീണ് പുതിയ തൊലികൾ നാം അവർക്ക് പകരമായി നൽകുമെന്നാണ്. അത് വേദന അനുഭവിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം ഖുർആനിൽ കണ്ടെത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനം വീണ്ടും നടന്നു. അദ്ദേഹം ആ പഴയ മജ്ജയിലാണ് വേദനാ സംവേദന അതിന് തിരുത്തി അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ സ്കിന്നിലാണ് വേദന സംവേദനികൾ ഉള്ളത് എന്ന്. ഇന്ന് ശാസ്ത്രത്തിൻ്റെ പഠനവും തിരുത്തും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തേക്കുമുള്ള ഒരു വലിയ ഗ്രന്ഥമായി ഈ കാലത്തും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ നാം അതിൻ്റെ വാഹകരും അതിൻ്റെ പിന്തുടർച്ചക്കാരും അതിൻ്റെ അനുയായികളുമായി ഈ റമദാനിലും റമദാനിന് ശേഷവും തുടർന്ന് പോകേണ്ടവരാണെന്നുള്ള ബോധ്യം നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്.